18 കൊല്ലത്തെ വൈപ്പിൻ നിവാസികളുടെ സ്വപ്നത്തിന് സാക്ഷാത്കാരമായി. വൈപ്പിൽ നിന്നുള്ള ബസ്സുകളുടെ നഗരപ്രവേശം ഗതാഗത മന്ത്രി കെ.വി. ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. 10 KSRTC ബസ്സുകളും 4 പ്രൈവറ്റ് ബസ്സുകളുമാണ് പുതിയതായി സർവീസ് നടത്തുന്നത്. വൈപ്പിൻകരക്കാർക്ക് സ്വകാര്യ ബസ് മാർഗം കൊച്ചി നഗരത്തിന് വിവിധ ഭാഗങ്ങളിൽ എത്താത്തത് വലിയ പ്രശ്നം നേരത്തെ തന്നെ സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ പ്രശ്നം അല്പം ഗുരുതരമായിരിക്കുകയാണ്. നാളിതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല, ഒരു പ്രവർത്തനവും നടന്നിട്ട് 20 വർഷമായിട്ട് ഇത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. ഞങ്ങൾ വൈപ്പിൻകരക്കാർക്ക് ഒരു ചീത്തപ്പേരുണ്ട്, എപ്പോഴും സമരം ചെയ്യുന്നവർ. ഞങ്ങൾ സമരം ചെയ്യുന്ന അതിജീവനത്തിന് വേണ്ടിയാണ്. ഈ ദിവസവും യാത്ര ചെയ്ത് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് വളരെ കഷ്ടപ്പാടാണ്. കാരണം 2 ബസ് കാശ് വേണം അവർക്ക്. വൈപ്പിൽ നിന്ന് ബസ് മാർഗം കൊച്ചി നഗരത്തിലെത്തുക എന്നത് ദ്വീപ് നിവാസികളുടെ പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പായിരുന്നു. ഗോശ്രീ പാലം യാഥാർത്ഥ്യമായി വർഷങ്ങൾ പിന്നിട്ടിട്ടും ബസ് മാറിക്കയറിയായിരുന്നു നഗരത്തിലെത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ യാത്രാ ദുരിതത്തിന് പൂർണ്ണമായ പരിഹാരമായിരിക്കുകയാണ്. 10 ബസ്സുകാരാണ് എല്ലാവരും, എല്ലാ സംഘടനകളും പൊതുപ്രവർത്തകരും എല്ലാം ഒന്നിച്ചുകൊണ്ട് ഈ ബസ്സിൽ കയറി പോകണം പരമാവധി ആളുകൾ. പിന്നെയും ഞാൻ ഹൈക്കോടതിയിലൂടെ ഇറങ്ങിയിട്ട് അടുത്ത വണ്ടി കയറി പോയിക്കോളാം എന്ന ചിന്ത ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ സമയം അനുസരിച്ച് നമ്മുടെ യാത്രയൊന്ന് ക്രമീകരിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഇതിന്റെ സമയത്തിൽ അപാകതയുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട MLA അറിയിച്ചാൽ മതി. അതനുസരിച്ച് ട്രാൻസ്പോർട്ടിലെ ഉദ്യോഗസ്ഥർ ആ ഷെഡ്യൂളിൽ മാറ്റം വരുത്തി തരും. വൈപ്പിൻ നിവാസികളായ ചലച്ചിത്ര പ്രവർത്തകരും ബസ്സിനായുള്ള പ്രതിഷേധങ്ങളിൽ ഉടനീളം സജീവമായിരുന്നു. ഉദ്ഘാടന വേളയിലും എല്ലാവരും ഒരുമിച്ചു. 2 പതിറ്റാണ്ടുകളായിട്ടുള്ള വൈപ്പിൻകരക്കാരുടെ സ്വപ്നമാണ് പൂവണിയുന്നത്. അതിൻ്റെ ആ സന്തോഷം പങ്കിടാനാണ് ഞങ്ങളും ഇതിൻ്റെ അകത്ത് പങ്കാളികളാകുന്നത്. കാരണം യാത്രാക്ലേശം അത്രയേറെ അനുഭവിക്കുന്ന ഒരു ഐലൻഡാണ് വൈപ്പിൻ ഐലൻഡ്. ഇത് വർഷങ്ങളായിട്ട് ഇതിൽ ആദ്യം ഫ്രാഗ് എന്ന് പറയുന്ന സംഘടനയാണ് ഇത് ആദ്യമായിട്ടൊരു 300 സ്ത്രീകളെ രാത്രി ഹൈക്കോടതി മുതൽ ഇങ്ങോട്ട് നടത്തി ഒരു സമരം ചെയ്തു. പിന്നെ ഒരുപാട് വ്യക്തികൾ ആശ്രയിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പരിശ്രമം വിജയിച്ചു. പഠനകാലത്തെ യാത്രാ ദുരിതം ഓർത്തെടുത്ത് അന്നാബൻ സമര വിജയമെന്ന പൗളി വിൽസണും പ്രതികരിച്ചു. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ബസ് ഉപയോഗിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഈ ബുദ്ധിമുട്ട് പേഴ്സണലി അനുഭവിച്ച ഒരാൾ തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ബസ് എടുക്കുക എന്ന് പറയുന്നത്. അപ്പം അന്ന് സമരത്തിന് വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് വന്നത്, അതെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ളത്. സോ അത് പരിഹരിച്ചു, അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ സമരം കൊണ്ട് എല്ലാം നേടിയെടുത്തിട്ടുള്ള ആളുകളാണ് വൈപ്പിൻകരക്കാർ. അപ്പം അതുകൊണ്ട് നമുക്കിത് ഉറപ്പായിരുന്നു കിട്ടുമെന്ന്. മന്ത്രി പറഞ്ഞതുപോലെ ഇനി അടുത്തത് കാർ ഉപേക്ഷിച്ച് ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര. KSRTCയിലേക്ക് ഞങ്ങൾ 4 സ്വകാര്യ ബസ്സുകളും 10 KSRTC ബസ്സുകളുമാണ് പുതുതായി നഗരത്തിലേക്ക് സർവീസ് നടത്തുക. 24 കൊച്ചി.